ഇത് നമ്മൾ നന്നായിട്ട് പഴുത്ത ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പഴുക്കണം കേട്ടോ. ഇതിപ്പോൾ നോക്കി പഴുത്ത് ഇതിൻ്റെ മാക്സിമം പഴുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പഴുത്ത പഴം എടുക്കണം. പഴുത്ത പഴവും പിന്നെ ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കണ കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ആവിയിൽ വേവിച്ചിട്ട് എടുക്കാനാണെങ്കിലും കുറേ സമയമൊന്നും എടുക്കുന്നില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് നമ്മൾ വേവിച്ചിട്ട് എടുക്കില്ല, അത്രയ്ക്ക് സമയം എടുക്കുള്ളൂ. കഴിക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ആണ് അതിൻ്റെ മിക്സിങ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് ഞാനിന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തത്. അത് അത്രയ്ക്ക് ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അധികം ആൾക്കാരൊന്നും അത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളല്ലേ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യണമെന്ന്. അതിനകത്ത് അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരു മസാലയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ അത് ആവിയിൽ വേവിച്ച് കഴിക്കാൻ അത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം നേരത്തെ കാണിച്ചില്ലേ, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കണം. ഇതിപ്പോൾ നോക്കിക്കേ, ഇതിപ്പോൾ കുറച്ച് വലിയ ഏത്തപ്പഴമാണ്. നമ്മുടെ നാട്ടിലെ നാടൻ ഏത്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഉണ്ടാവുള്ളൂ നല്ല നാടൻ ഏത്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് പഴം എടുക്കണം കേട്ടോ. പഴം എത്ര പഴുക്കണോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പഴം ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ട് നമ്മൾ കളയണ ഒരു പരുവം ഉണ്ടാവില്ലേ, ആ പരുവത്തിലുള്ള പഴമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ പഴവും പിന്നെ 2 മുട്ടയുണ്ടല്ലോ അതും കൂട്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയിട്ടെടുക്കാം. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പഴം ഇതിലേക്ക് 2 മുട്ട. അപ്പോൾ ഈ നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഏത്തപ്പഴത്തിന് പകരം വേറെ ഏതെങ്കിലും പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. വേറെ ഏത് പഴം വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഏത്തപ്പഴം വെച്ചിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോബസ്റ്റോളും വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ഉണ്ടാക്കി നോക്കിയാൽ അത്രയ്ക്കുണ്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്കാണ് റോബസ്റ്റോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 റോബസ്റ്റോളം എടുക്കുക. കാരണം ഏത്തപ്പഴം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു 3 റോബസ്റ്റോളം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ സെയിം വെച്ചിട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് വരും, കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഏത് പഴം വെച്ചിട്ട് ഉണ്ടാക്കാം, ചെറുപഴമോ മറ്റേ പൂമ്പഴമോ അതൊന്നും വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. എനിക്ക് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നും. ഇതേപോലെ തന്നെ കേക്ക് റോബസ്റ്റോളം വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ റോബസ്റ്റോളം വെച്ചിട്ടുണ്ടാക്കിയാൽ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കറക്കാൻ മതി. ഇങ്ങനെ കുറേ നേരം ഇട്ടിട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂട്ടിയിട്ടൊന്ന് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. അതിനകത്ത് കുറച്ച് പഴം അടിയാണ്ട് കിടക്കണ്ട, ഒന്നുകൂടി ഒന്ന് കറക്കട്ടെ കേട്ടോ. ചെറിയ അങ്ങനെ ചങ്ക്സ് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഒരു അരിപ്പ് എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷീൻ കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കത് മൈദപ്പൊടിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിലും ചെയ്യാം, സെയിം അളവിൽ തന്നെ എടുക്കുക. അടുത്തത് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിൽ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ടും ചേർക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ്, എല്ലാവരും ടീസ്പൂണിലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായും കൂടിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഴത്തിൻ്റെ എസൻസ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അത് എസൻസ് നിങ്ങൾക്ക് ഏതോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരിക്കും. അങ്ങനെ അരിപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മധുരം അധികം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ പഞ്ചസാര ചേർക്കാണ്ടും ഇത് റെഡി ആക്കിയിട്ട് എടുക്കുക. മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സെപ്പറേറ്റ് പഞ്ചസാര ഇതിലേക്ക് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിലും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടറോ നെയ്യ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഓയിലായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. ഈ ബനാന കേക്കിന് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് ടൈപ്പ് ഓയിലാ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 3 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് സൺഫ്ലവർ ഓയിലാട്ടോ. 1 2. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്നത്, ഞാനിപ്പോൾ മെഷീൻ കപ്പിലാണല്ലോ എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഗ്ലാസ്സിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിനകത്ത് ശരിക്കും 3 ടേബിൾ സ്പൂൺ വേണം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കിയപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ കൂടുതൽ ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓയിൽ ചിലപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ മതിയാവും. കാരണം പഞ്ചസാരയും ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ഒന്ന് ലൂസായിട്ട് വരുമല്ലോ. ഇനി അടുത്തത് പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് പൊടിച്ചേക്കണം. പഞ്ചസാര ചേർക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം ഇല്ലാത്തവർക്ക് ഈ പഞ്ചസാര ഓക്കെ. നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പഴത്തിനായിരുന്നാലും നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് കോരിയിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പരിപാടി. പിന്നെ ഓയിൽ ചേർത്താലും നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നന്നായിട്ടുണ്ട് മിക്സ് ആവണം. എന്നിട്ട് ഇളക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ആദ്യം നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ട് ചേർക്കണം. 3 ടേബിൾ സ്പൂൺ ഓയിൽ. പിന്നെ ഇളക്കുമ്പോഴായിരുന്നാലും എപ്പോഴും ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കരുത് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ അടുത്തത് ഇതേപോലത്തെ ഇങ്ങനെ ഇതേപോലത്തെ ഇങ്ങനെ സ്റ്റീലിൻ്റെ കുഞ്ഞു പാത്രങ്ങളുണ്ട്. ഇനി അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലേക്ക് നേരിട്ട് കോരി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കേക്ക് പോലെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കട്ടെ. അത് ട്രൈ ചെയ്ത് നോക്കിയത്. അത് ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാതെ. അപ്പോൾ നമ്മൾ എടുക്കണ ഏത് മോൾഡറാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കട്ടെ. ഉള്ളിലും സൈഡിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കാം. എനിക്കങ്ങനെ മധുരം അങ്ങനെ തീരെ ഇഷ്ടമില്ല. എനിക്ക് കഴിക്കാനാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ മധുരം ഇല്ലാണ്ട് ഉണ്ടാക്കുള്ളൂ. കാരണം ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പക്ഷേ ഞാൻ അതിനകത്തും അധികം മധുരം ഇട്ടില്ല. അപ്പോൾ പിള്ളേർക്ക് അലീനയ്ക്ക് കൊടുത്തതിന് വലിയ പറഞ്ഞാൽ അലീനയ്ക്ക് നല്ല മധുരമുള്ളത് ഇഷ്ടമെന്നാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല മധുരമുള്ളതായിരിക്കും ഇഷ്ടം. മധുരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മധുരം ഇടാണ്ട് ശരിയാവില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇട്ടില്ലെങ്കിലും ശരിയായിട്ട് വരും. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ചൂട് തുടങ്ങിയേക്കണതുകൊണ്ട് തന്നെ ഏത്തപ്പഴം വെച്ചിരുന്ന് നന്നായിട്ട് പഴുക്കും. അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം വാങ്ങിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഴുക്കില്ല. ചില സമയത്ത് മിക്കപ്പോഴും പഴം അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കലച്ച് പോകും. പക്ഷെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഈ പഴം നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് പുഴുങ്ങി 2 തവണ. പക്ഷേ പുഴുങ്ങി കഴിയുമ്പോൾ ഭയങ്കര പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു പരിവായിരുന്നു.  ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ മിക്സിങ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ എല്ലാത്തിലും ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതിട്ടോ, അതിൽ കൂടുതൽ ഒഴിക്കണ്ട, കാരണം ഇതൊന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ മിക്സിങ് ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് നിറച്ച് ഒഴിക്കരുത് കേട്ടോ, ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. കാരണം ഇത് കേക്കാണല്ലോ, ഇതൊന്ന് നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ ഞാനിവിടെ 4 എടുത്തത്, എൻ്റെ അടുത്ത് 4 ഉള്ളൂ ഇതേപോലത്തെ. ഇനി നമുക്ക് 1 കൂടി ഒഴിക്കാനുള്ള മാവ് ബാക്കിയുണ്ട് കേട്ടോ. വയ്ക്കാൻ പോകണമെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്തോട്ടെ. അപ്പോൾ അത് എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എടുത്തിട്ടൊന്ന് കൊട്ടണം കേട്ടോ. അപ്പോൾ ഈ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ എടുക്കുക. നിങ്ങൾ ഇഡ്ഡലി എങ്ങനെ വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി ആക്കിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരേ ചൂടിൽ തന്നെ വെക്കണം കേട്ടോ. തീ ഭയങ്കരമായിട്ട് കുറച്ച് വെക്കരുത്. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊട്ടിക്കൊന്ന് കുറച്ച് വയ്ക്കുക. സാധാരണ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കാരണം നല്ലൊരു ചൂടിൽ നിൽക്കണം. ഇടയ്ക്ക് നമ്മൾ ചൂട് കുറച്ച് ഇടയ്ക്ക് ചൂട് കൂട്ടി അങ്ങനെ കൊടുക്കരുത് കേട്ടോ. അത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായിരുന്നല്ലോ അങ്ങനെയാണ്. അപ്പോഴാണ് അത് ശരിക്കും അങ്ങോട്ട് പൊന്തി ഇങ്ങനെ വരുള്ളൂ. അത് നന്നായിട്ട് ആവി വന്നിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് അത് ഉള്ളിൽ ശരിക്കും വേവണതിന് മുമ്പ് നമ്മൾ തീ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഡ്ഡലിക്ക് ഇങ്ങനെ ഒരു കല്ലപ്പ് വരും. ചിലപ്പോൾ അത് താണു പോവുകയും ചെയ്യും. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു കേക്ക് വെന്തെന്ന് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കും ഓവൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ നമുക്ക് തോന്നാം കേക്ക് വെന്തില്ലാന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ കേക്ക് ഓവനിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കേക്ക് രണ്ടാമത് അത് പൊന്തി വരില്ല, അതിങ്ങനെ കലച്ച് പോകും. കേക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും അങ്ങനെ അത്യാവശ്യം നല്ലൊരു ചൂടിലിരിക്കണം. എപ്പോഴും നല്ലൊരു ആവി വരില്ലേ, അതേപോലെ നല്ല ആവി വരണം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അയ്യേ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ നിങ്ങളത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കുത്തി നോക്കുമ്പോൾ സെൻറ്ററിൽ കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെന്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ പൊന്തിരിക്കുന്നത് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ താണു പോകട്ടെ. അപ്പോൾ അതെന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് നിങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആവിയിൽ വെക്കണം, ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അത് ഇഡ്ഡലി ആയിരുന്നല്ലോ, നമ്മൾ ഉണ്ടാക്കിയാണ് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കാമെന്ന് നോക്കിക്കേ. നല്ല സോഫ്റ്റായിട്ടിരിക്കുക. നോക്കിയിട്ട് ടേസ്റ്റ് പറയും. ഇത് ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ പഴത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേക്കിന്.
നല്ല മധുരമുണ്ട്. കാരണം ഞാൻ എടുത്തിരുന്ന പഴം പറഞ്ഞല്ലോ നല്ല മധുരമുള്ള പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര പഴലേ കുറച്ചല്ലേ ചേർത്തുള്ളൂ. പക്ഷെ നല്ല മധുരമുണ്ട്. സാധാരണ നമ്മൾ കേക്കൊക്കെ കഴിക്കണ മധുരം ഉണ്ടല്ലോ, ആ മധുരമുണ്ട്. നല്ല രസമാണ്. പിന്നെ നട്ട്സോ അല്ലെങ്കിൽ മുന്തിരി എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കട്ടെ. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചുതരാം. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കല്ലപ്പുള്ളയത്തെ പഴം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. നല്ല പഴുത്ത, ഞാനാ കാണിച്ചതില്ലേ ഇങ്ങനെ പഴുത്ത് നല്ല കറുത്ത കളർ വരില്ലേ, അങ്ങനത്തെ പഴം എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് റോബസ്റ്റോളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല സ്പോഞ്ച് കേക്ക് പോലെ ഇരിക്കുന്നുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്.